ഹലോ. ആസാമിൽ ചൂടുള്ള സമയത്ത് ഞാൻ ചെന്നിട്ടുണ്ടെങ്കിലും തണുപ്പുള്ള സമയത്ത് ചെല്ലുന്നത് ഇതാദ്യമായിട്ടാണ്. നമ്മുടെ ഊട്ടിയിൽ കൊണ്ടുവന്ന സ്വെറ്ററും കൊണ്ട് ഞാൻ ആസാമിൽ ചെന്നിട്ട് എനിക്ക് പണി കിട്ടി. കുറച്ചുകൂടെ കട്ടിയുള്ള ജാക്കറ്റ് എടുത്തില്ലെങ്കിൽ പണി പാളുമെന്ന് എനിക്ക് മനസ്സിലായി. ഇതിവിടുത്തെ വിശാൽ മാർട്ടാണ്. ഏറ്റവും പ്രൈസ് കുറവായിട്ടും നല്ല അടിപൊളി സാധനങ്ങളും നമുക്കിവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. തിരിച്ചു പോകുമ്പോൾ മേടിക്കാനായിട്ട് കുറേ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തൽക്കാലം അതെന്തായാലും നിൽക്കട്ടെ. നമുക്കിപ്പോൾ ഒരു ജാക്കറ്റാണ് അത്യാവശ്യം. അങ്ങനെ കുറച്ചധികം നേരത്തെ കൺഫ്യൂഷന് ശേഷം ഞാൻ ദേ ഈ ഒരു ജാക്കറ്റിൽ അങ്ങോട്ട് എത്തി നിന്നു. ഈ ജാക്കറ്റൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ലുക്കിലുള്ള കാര്യം, നമുക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. എന്തായാലും വന്നതല്ലേ, തണുപ്പാകറ്റുന്ന എല്ലാ സാധനങ്ങളും മേടിക്കാമെന്ന് വെച്ച് എല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. ബില്ല് കൊടുക്കാൻ നേരമുള്ള എക്സ്പ്രഷനാണ് നമ്മൾ ഈ കാണുന്നത്. മൈ മണി ഈസ് മൈ മണി ആൻഡ് ഹിസ് മണി ഈസ് ഓൾസോ മൈ മണി എന്നാണല്ലോ നമ്മുടെ ആപ്തവാക്യം. അങ്ങനെ വിശാൽ മാർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ട്രെൻഡ്സിലേക്ക് ഇറങ്ങി. ഇനി കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീമുകളും കുറച്ച് ഓയിലൊക്കെ ഒന്ന് മേടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു ആപ്തവാക്യമില്ലേ, അതിവിടെ ചിലവായില്ല. എൻ്റെ മണി തന്നെ കൊടുത്ത് ഞാനിതെല്ലാം പർച്ചേസ് ചെയ്യണം എന്നായി ഭർത്താവ്. പുള്ളി പറഞ്ഞതിലും കാര്യമുണ്ട്, എല്ലാത്തിലും ഈക്വൽ എന്നാണല്ലോ. പർച്ചേസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴേക്കും സമയം 3:30ആയി. ഇവിടെ 3:30 എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കാറായി എന്നാണ് അർത്ഥം. ആസാമിലെ ഡിഞ്ചൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ അങ്ങനെ കാണാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ സ്ഥലങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ടുവന്നത്. നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലത്തുള്ള ഈ ഒരു തേയിലത്തോട്ടം ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. പിന്നെ നമ്മുടെ മൂന്നാറിൻ്റെ അത്ര ഭംഗിയൊന്നും എന്തായാലും ഉണ്ടാവില്ല. മുള കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് കാണുന്നതെല്ലാം തന്നെ. അങ്ങനെ കുറേ ഉൾഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഞങ്ങളിത് അവസാനം പറഞ്ഞ സ്ഥലത്ത് എത്തി. ബ്രഹ്മപുത്ര നദിയുടെ കൈവഴിയായി ഒഴുകുന്ന ഒരു പുഴയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ പുഴ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വീതിയുണ്ട്, നമ്മുടെ ഭാരതപ്പുഴ പോലെ. ഇവിടെ നിന്നുള്ള സൺസെറ്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചെറിയ രീതിയിലുള്ള ബോട്ടിങ്ങും ഒരു 1 ഡേ ട്രിപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ പുഴയിലൂടെ പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആസാമിലെ ഒരു ലോക്കൽ സൈറ്റ് സീയിങ് കണ്ട് ഞങ്ങൾ മടങ്ങി.